ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കുമ്പോൾ ഞങ്ങളുടെ പേരിൽ എടുക്കപ്പെട്ട കള്ളക്കേസുകളുടെയൊക്കെ ഭാഗമായി ഞങ്ങൾക്ക് ജയിൽ കിടക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അങ്ങനെ കോഴിക്കോട് ജില്ലാ ജയിലിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായി കിടക്കുമ്പോൾ മറ്റു പല കേസുകളിലെയും പ്രതികളായിട്ടുള്ളവർ അവിടെ സഹതടവുകാരായിട്ടുണ്ടായി. അതിൽ പോക്കറ്റടിക്കാർ, സ്ഥിരമായി കളവ് നടത്തുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. സാഹചര്യം കൊണ്ടൊക്കെ അങ്ങനെ ആയിപ്പോയവരാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ കുറെ ദിവസം ജയിൽ കിടക്കേണ്ടി വന്നപ്പോൾ സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ അവർ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഈ മോഷ്ടാക്കളും പോക്കറ്റടിക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ ചില കോഡുവാക്കുകളും ഭാഷകളും ഒക്കെ ഉണ്ട്. ഓരോ മോഷണത്തിനും പ്രത്യേക രീതികളൊക്കെയാണ്. ഇപ്പൊ പോക്കറ്റടി എന്ന് നമ്മൾ പറയും, അവരങ്ങനെ പറയില്ല, അതിന് വേറൊരു വാക്കാണ് ഉപയോഗിക്കുക. അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം, അവർക്കിടയിലും ചില ധാർമ്മികതകളുണ്ട്, മോഷ്ടാക്കൾക്കിടയിലെ ധാർമ്മികത. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പോക്കറ്റടിക്കും, മറ്റു പലതരത്തിൽ മോഷണം നടത്തും, സ്ഥാപനങ്ങൾ കൊള്ളയടിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെ വഴിയിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നൊന്നും എടുക്കില്ല മോഷ്ടാക്കൾ. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളിൽ നിന്നും മോഷണം നടത്തില്ല. എന്നാൽ ചില നീചന്മാർ അതും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരെ മോഷ്ടാക്കൾക്കിടയിൽ വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് ശവം തൂക്കെന്നാണ്. അവരുടെ കൊടുഭാഷയിൽ ശവം തൂക്ക് എന്നാണ് പറയുക. ശവം തൂക്കിന്റെ പ്രത്യേകത, ശവം തൂക്കാണ് എന്ന് പറഞ്ഞാൽ ആ മോഷ്ടാവിനോട് മറ്റു മോഷ്ടാക്കൾ സംസാരിക്കാൻ പോലും തയ്യാറാവില്ല. മോഷ്ടാക്കൾക്കിടയിൽ അകറ്റി നിർത്തപ്പെടേണ്ട ഒരു നീചനാണ് ശവം തൂക്ക് എന്നാണ് പറയുക. ഏറ്റവും അധപ്പതിച്ച കള്ളൻ, യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത കള്ളൻ മാത്രമാണ് ഈ പണി ചെയ്യുക എന്നാണ്. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം മോഷ്ടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. ആ പണം ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവഴിക്കുകയാണ്. കോൺഗ്രസിന്റെ റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാൻ, അവരുടെ പ്രചരണം സംഘടിപ്പിക്കാൻ, വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ, മൺമറഞ്ഞുപോയ മനുഷ്യരുടെ ആ ദുരന്തത്തെ വിറ്റ് പണം വാങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ഹീനമായ കൃത്യമാണിത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിലെ സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കണ്ണുനീരുണ്ട്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ കരയുന്ന മുഖമുണ്ട്. കോൺഗ്രസിന്റെ ഓരോ പ്രചരണ ബോർഡിന്റെയും പിന്നിൽ വയനാട്ടിൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ മനുഷ്യരുടെ വിലാപങ്ങളുണ്ട്. ഇനിയെങ്കിലും കോൺഗ്രസ് കേരളത്തിന്റെ മുൻപാകെ തുറന്നു പറയണം, എത്ര പണം പിരിച്ചു. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. ആപ്പ് വഴി അല്ലാതെ പോഷക സംഘടനകൾ വഴി നിങ്ങൾ എത്ര തുക പിരിച്ചു? ഈ തിരഞ്ഞെടുപ്പിനെ ഈ ഘട്ടത്തിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ വയനാട് ദുരന്തത്തെ മറയാക്കി എത്ര തുക പിരിച്ചു? ആ സംഖ്യ പറഞ്ഞാൽ മതി. അതെന്താ പറയാൻ മടി?